Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Good afternoon, ma'am. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. നിങ്ങളുടെ prayer എല്ലാം കഴിഞ്ഞിരുന്നോ? ഇല്ല മാഡം കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ടീച്ചറെ കണ്ടില്ലെങ്കിലും you can start your prayer and you can do other activities and you can lead the class also. Okay, fine, please. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നിന്മനോജ്ഞരൂപമെന്റെ മുന്നിലെന്നും കാണണം. നിന്മനോജ്ഞരൂപമെന്റെ മുന്നിലെന്നും കാണണം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ. ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. Good afternoon, madam, and to all. Signing പറയട്ടെ madam. Good afternoon, teacher and my dear friends. I warmly welcome you all to today's class. Thank you. Okay. Yes. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പ്ലീസ് ആർക്കെങ്കിലും പറയാണ്ടോ? സ്നേഹ. ഓക്കെ. നോട്ട് പറയട്ടെ മാഡം. പറയൂ. Good afternoon, all. Every new day is a chance to start fresh, learn something new, and become a better version of yourself. Thank you all. Have a nice day. ഓക്കെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? മാഡം ഒരു വർക്ക് ഉണ്ടായിരുന്നു ഹെൽത്തിനെ കുറിച്ച്, പിന്നെ ഫിറ്റ്നസിനെ, ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച്, വെൽനെസിനെ കുറിച്ചൊക്കെ ഒരു പോസ്റ്റർ. മാക്സിമം പിക്ചേഴ്സ് കളക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലെ? അറ്റ്ലീസ്റ്റ് ഒരു പിക്ചർ എങ്കിലും വേണം. നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും പിക്ചർ കളക്ട് ചെയ്യാം. കാരണം അത് മതി, വലിയ എക്സ്പ്ലനേഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. ആ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസും നമ്മുടെ ലൈഫിൽ അത് എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ് എടുത്തിരുന്നോ? ഹെൽത്ത് ആൻഡ് ഹൈജീൻ യൂണിറ്റ് 2 സ്റ്റാർട്ട് ചെയ്തിരുന്നോ? എടുത്തിരുന്നു മാം. ഹൈജീൻ എടുത്തിരുന്നു. ഫിസിക്കൽ, സോഷ്യൽ, കോഗ്നിറ്റീവ്, സൈക്കോമോട്ടർ ലാംഗ്വേജ് അങ്ങനെയൊക്കെ. സെൽഫ് എഡ്യൂക്കേഷനെ കുറിച്ചാണോ പറയാൻ തുടങ്ങിയിരുന്നത്? ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഏത് ഭാഗമായിരുന്നു? എനിക്ക് ക്ലിയർ ആയില്ല. സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി. ഓക്കെ, അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഒരു ആക്സിയം അല്ലെ, സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി. വളരെ അദ്ദേഹം പറഞ്ഞത് ബിസിയിലായിരുന്നു, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, മുമ്പെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷെ വളരെയധികം ഇമ്പോർട്ടൻസ് അതിനുണ്ടായിരുന്നു. ഹെൽത്തി മൈൻഡിന് ഹെൽത്തി ബോഡി, സൗണ്ട് മൈൻഡിന് സൗണ്ട് ബോഡി. ഓക്കെ, നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ അരിസ്റ്റോട്ടിൽ പറഞ്ഞു സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. നമ്മൾ കേട്ടിട്ടുണ്ട് ഹെൽത്ത് ഈസ് വെൽത്ത്, ഹെൽത്തി മൈൻഡ് ഇൻ ഹെൽത്തി ബോഡി, ഇങ്ങനെയൊക്കെ കുറെ ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ് അല്ലെ, ഉദ്ധരണികൾ എന്നല്ലേ മലയാളത്തിൽ പറയുന്നത്. മലയാളത്തിനേക്കാളും ഫ്രേസസ് എന്ന വാക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവുമായിരിക്കും. അങ്ങനെയുള്ള ഫ്രേസസ് നിങ്ങൾ കളക്ട് ചെയ്യുക. ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. നോട്ട്ബുക്കോ റഫ് ബുക്കോ എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിൽ എഴുതി വെക്കുക. സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ഉണ്ട്. ഹെൽത്ത് ഈസ് വെൽത്ത്, ഹെൽത്തി മൈൻഡിന്റെ ഹെൽത്തി ബോഡി. മാം, അത് നോട്ട്ബുക്കിലാണോ കളക്ട് അത് എഴുതി വെക്കണ്ടേ അതോ നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി. ഓക്കെ.
നോട്ട്ബുക്കോ അസൈൻമെന്റ് ബുക്കോ എന്ത് ബുക്കാണ് നിങ്ങൾ കയ്യിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്? ചിലരുടെ ചിലപ്പോൾ നോട്ട്ബുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലരല്ലാതെ അസൈൻമെന്റ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടാവാം. അങ്ങനെ അതൊക്കെ ദാറ്റ്സ് അപ് ടു യു. പക്ഷെ അത് നീറ്റായി സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. മിസ് പിക്ചർ ഒക്കെ പേസ്റ്റ് ചെയ്ത് ആ ബുക്കിൽ തന്നെ എഴുതി വെച്ചാൽ മതിയോ? മതി. പിന്നെ ബുക്ക് മാർക്ക് ഒക്കെ വെക്കുവാണെങ്കിൽ നന്നായിരിക്കും. ഒരു ഇൻഡെക്സ് പേജ് ഒക്കെ എഴുതുവാണെങ്കിൽ ഓരോ പേജ് നമ്പറിലും ഈ ഓരോ പേജിലും ഏത് ആക്ടിവിറ്റി അല്ലെങ്കിൽ അസൈൻമെന്റ് ആണ്, എന്താണ് നമ്മൾ എഴുതിയിട്ടുള്ളത് എന്നൊരു ഇൻഡെക്സ് പേജ് ഒക്കെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നീട് നോക്കുമ്പോൾ എളുപ്പമായിരിക്കും. പറയാമോ മിസ്സേ? ഹെൽത്തിനെ കുറിച്ചുള്ള ഫ്രേസസ് കളക്ട് ചെയ്യാം. കളക്ട് ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ്. ഷെയർ ചെയ്യാട്ടോ. ഇത് കൂടാതെ ഒരു ആക്ടിവിറ്റിയും കൂടെ നോട്ട് ചെയ്ത് വെച്ചു. നമ്മള് പറഞ്ഞിരുന്നു 10 പേരെ മീറ്റ് ചെയ്യണ കാര്യം. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനിപ്പോ ക്ലാസ് ജോയിൻ ചെയ്തോളാം മിസ്സേ. മനസ്സിലായി. മറന്നുപോയോ? ക്ലാസ് ഉണ്ടെന്ന് മറന്നുപോയോ? ശ്രീലക്ഷ്മി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? നിങ്ങൾക്ക് ഫ്രം ദ ബിഗിനിങ് റെക്കോർഡിംഗ് ഉണ്ടാവും. മിസ്സായി ലേറ്റ് ആയി കയറിയെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടാൽ മതി. 10 മിനിറ്റ് പോലും ആയിട്ടില്ലല്ലോ. പിന്നെ ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ് കളക്ട് ചെയ്യാൻ പറഞ്ഞു. ഇനി അടുത്തത് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള 10 ആളുകളെ മീറ്റ് ചെയ്യാം. ഒരു സർവേ പോലെയാണ് കേട്ടോ ഇത്. ആക്ടിവിറ്റി പ്ലസ് അസൈൻമെന്റ് എന്ന് പറയാൻ വേണമെങ്കിൽ 10 പേരെ മീറ്റ് ചെയ്തിട്ട് അവരോട് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അവരുടെ റെസ്പോൺസ് അത് നോട്ട് ചെയ്ത് വെക്കണം. ആദ്യം ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പലരും ഇങ്ങനെ വാതോരാതെ പറയുമായിട്ട്. അത് കഴിയുമ്പോൾ രണ്ടാമത് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ, ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്പാണ് എടുക്കുന്നത്? ഓക്കെ, 2 ക്വസ്റ്റ്യനും ക്ലിയർ ആയോ? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്പാണ് എടുക്കുന്നത്. ഇനി എങ്ങനെയുള്ള 10 പേരെ, നമ്പർ തികയ്ക്കാൻ വേണ്ടി ആരെങ്കിലും 10 പേരെ കാണുകയല്ല നമ്മൾ വേണ്ടത്. നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടുമാണ്. പിന്നെ അതുമല്ല, നമ്മൾ മറ്റുള്ളവർക്കൊരു സർവീസും കൂടെ ചെയ്യുവാണ്. അതെങ്ങനെയാണെന്ന് പറയാം. നമ്മൾ കാണേണ്ടത് കൗമാരക്കാരായ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരെ കാണണം. വർക്കിംഗ് ആയിട്ടുള്ള വുമൺ, അവരെ കാണണം. ജോലിയില്ലാതെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഹോം മേക്കേഴ്സ്, അവരെയും കാണണം. അതുപോലെ തന്നെ പ്രായമായ ആളുകൾ, 50+, 60+ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞവര്, അല്ലെങ്കിൽ ക്രോണിക് കണ്ടീഷൻസ് ഉള്ളവര്, അതായത് ഡയബറ്റിക് ഇഷ്യൂ, തൈറോയ്ഡ് ഇഷ്യൂ, പ്രഷറിന്റെ ബുദ്ധിമുട്ടുകൾ, കൊളസ്ട്രോളിന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞിരിക്കുന്നവര്, അങ്ങനെയൊക്കെ ഒരു ക്രോണിക് കണ്ടീഷൻസ്, മെഡിസിൻസ് തന്നെ ലൈഫിൽ വേണം അവർക്ക് അതൊന്ന് ബാലൻസ് ചെയ്യിക്കാൻ, അങ്ങനത്തെ കണ്ടീഷൻസ് ഉള്ള ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാര്. പിന്നെ പല സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്നവര്, ഹൈ ലെവലിലുള്ളവര്, ആവറേജ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അങ്ങനെ 10 പേരെ കാണാൻ പറ്റുവാണെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. അപ്പൊ ഞാൻ ഒരു ബാച്ചിൽ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, അയ്യോ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല, അത് ഇനി ഞാൻ ഈ കോഴ്സ് ചെയ്യുക എന്നുള്ളത് ആരോടും പറഞ്ഞിട്ടില്ല, അപ്പൊ എനിക്കിത് ബുദ്ധിമുട്ടാകും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കാഷ്വലി ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിക്കുക, ഈ ഒരു കോഴ്സിന് ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ കഥകളൊന്നും പറയണ്ട. അങ്ങനെ നിങ്ങൾക്കത് പറയാൻ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ. അപ്പൊ ആ കുട്ടി പറഞ്ഞു, അങ്ങനെ പുറത്തേക്കേ ഇറങ്ങാറില്ല, അതുകൊണ്ട് ആരെയും എനിക്ക് കാണാൻ പറ്റാറില്ല, അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു, ഏകദേശം 50 വയസ്സാവാറായി എനിക്ക്, ഒരാളെ ഞാനായിട്ടങ്ങ് എടുത്തോളാൻ പറഞ്ഞു. ഞാൻ എന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലൊക്കെ ആയിട്ട് കളക്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ സ്കൂളില് മീറ്റിങ്ങിനൊക്കെ പോകുന്നു പറഞ്ഞു, കുട്ടികളുടെ PTA മീറ്റിങ്ങിന്. അപ്പൊ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞ പോലെ ഡിഫറെന്റ് സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്ന ആളുകളെ കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഈ സർവേയുടെ ഒരു ഗുണം ഉണ്ടാവുള്ളൂ. ഈ സർവേ കൊണ്ടുണ്ടാവുന്ന ഗുണം എന്ന് പറയുന്നത്, നമ്മൾ 10 പേരെയാണ് കാണുന്നത് അല്ലെ. ഇതിലെ കൗമാരക്കാർ, യങ്സ്റ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് ഭയങ്കര ഫിറ്റ് ആവാനുള്ള ഭയങ്കര തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ വർക്കിംഗ് വുമൻസിന്റെ രീതികളും, ഓടിച്ചാടി ധൃതി പിടിച്ച് വീട്ടിലെ പണിയൊക്കെ ചെയ്തായിരിക്കും ഓടി ഓഫീസിൽ പോകുന്നത്, വൈകുന്നേരം തിരിച്ച് ഓടി വരും. ഇതുപോലെ പല കാര്യങ്ങളും അവർക്ക് ശ്രദ്ധിക്കാൻ, സെൽഫ് കെയർ അവർ ചിലപ്പോൾ പലപ്പോഴും മറന്നു പോകും. ചെയ്യാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ് അശ്വതി. പിന്നെ
വീട്ടിലിരിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ ഫാമിലിയുടെ ഹെൽത്തിനെ പറ്റിയൊക്കെ നോക്കുമായിരിക്കും. പക്ഷെ ചിലപ്പോൾ സ്വന്തം കാര്യം ചിലപ്പോൾ അങ്ങോട്ട് മാറ്റി വെക്കും. അങ്ങനത്തെ കേസസ് ഒക്കെ ഉണ്ടാകാം. അപ്പൊ ഇതെല്ലാം ചോദിക്കുമ്പോൾ നമ്മളൊരു 2 ക്വസ്റ്റ്യൻ ആണല്ലേ ചോദിക്കുന്നത്, 2 മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അവരൊന്ന് ചിന്തിക്കും. അറ്റ്ലീസ്റ്റ് 10 പേരിൽ ഒരു 4 പേര് ചിന്തിച്ചാൽ തന്നെ നമ്മുടെ വിജയമാണ്. ശരിയാണല്ലോ, ഹെൽത്തിനെ കുറിച്ച് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് എന്റെ ഹെൽത്തിനെ കുറിച്ച് കൊടുത്തിട്ടില്ലല്ലോ. ഹെൽത്തി ആയിരിക്കാൻ ഞാനും എന്താ ചെയ്യുന്നത് എന്ന് അവര് ചിന്തിക്കും. നമ്മൾ 10 പേരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളും ചിന്തിക്കും, ഓ ഇവരൊക്കെ ഇത്രയും ശ്രദ്ധിക്കുന്നുണ്ടല്ലേ, ഞാനിത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. അപ്പൊ ഇത് 2 പേർക്കുമുള്ള നല്ലൊരു അവയർനെസ്, ഒരു പ്രോഗ്രസ്സും കൂടിയാണ് ശരിക്കും. നമ്മൾ മാറി ചിന്തിക്കും, നമ്മൾ ചെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അവരും മാറി ചിന്തിക്കും. ഇനി 2 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ? വാട്ട് ഈസ് മെന്റ് ബൈ ഹെൽത്ത്? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്തി ആയിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് നിങ്ങൾ എടുക്കുന്നത്? ചോദിച്ചു കഴിയുമ്പോൾ ഇവർ പറയുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ കളക്ട് ചെയ്യുക, എങ്ങനെയെങ്കിലും സിമ്പിൾ ആയിട്ടൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ കളക്ട് ചെയ്ത ഡേറ്റയെ ബേസ് ചെയ്തിട്ട് ഹെൽത്ത് എന്ന് പറയുന്നതിന് ഒരു ചെറിയൊരു ഡെഫിനേഷൻ എഴുതുക. ചെറിയൊരു പാരഗ്രാഫ്, 2-3 സെന്റൻസ് ആയാൽ മതി. കുറെ ആയിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഇറ്റ്സ് അപ് ടു യു. അത് മലയാളത്തിലാണോ ടീച്ചർ അതോ ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിലാണോ? ഒരു മലയാള ആക്ടിവിറ്റി നമുക്കില്ല കേട്ടോ, നമ്മുടെ മീഡിയം ഇംഗ്ലീഷാണ്. സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതിയാൽ പോരെ. ഇതില് നമുക്ക് അങ്ങനെ ഭയങ്കര ശശി തരൂർ സ്റ്റൈലൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. സിമ്പിൾ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റണം. ഓക്കെ മിസ് ആരായാലും മതിയാവൂലേ? ഇതേപോലെ ഞാനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറൊക്കെ കുറവാണ്. വർക്കിംഗ് വുമൻസ് ഞാൻ വീടിന്ന് ഇങ്ങനെ ഇറങ്ങാനൊക്കെ കുറവാണ്. അധികം വീട്ടില് തന്നെയാണ്. അപ്പൊ ആൾക്കാര് മീറ്റ് ചെയ്യലൊക്കെ കുറവാണ്. അപ്പൊ ഇത് ചെയ്യാൻ പറ്റില്ലെന്നാണോ പറയണേ? ചെയ്യാൻ പറ്റില്ല എന്നല്ല, ആരുടെ ഒപ്പീനിയൻ ആയാലും പ്രശ്നമില്ലല്ലോ. മിസ് പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെ ആൾക്കാർ കിട്ടണമെന്നില്ല. ചിലപ്പോ മോളെ ബസ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്, അവരോട് ചോദിക്കേണ്ടി വരും. ഓക്കെ, നിങ്ങളുടെ കൺവീനിയൻസ് ട്ടോ. ഞാൻ അങ്ങനെ നിർബന്ധിക്കൊന്നുമില്ല. നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു അവയർനെസ് നമ്മൾ കൊടുക്കുവാണ്. അതുപോലെ തന്നെ നമ്മൾക്കും അവയർനെസ് കിട്ടുകയാണ്. നമ്മളും മാറി ചിന്തിക്കുന്നു, അവരും മാറി ചിന്തിക്കാം. ഓക്കെ മാം, ഈ 2 ആക്ടിവിറ്റീസും ഒരു ബുക്കിൽ തന്നെ ചെയ്താൽ മതിയല്ലോ അല്ലെ? മതി നമുക്ക് എഴുതാനുള്ള കാര്യങ്ങളല്ലേ. കളക്ട് ചെയ്ത ഡേറ്റ മുഴുവൻ അങ്ങനെ എഴുതി വെക്കരുത്. അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ഐഡിയ കിട്ടില്ലേ, വാട്ട് ഈസ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ചെറിയ ഡെഫിനേഷൻ പോലെ ഒരു പാരഗ്രാഫോ 2-3 സെന്റൻസസോ അങ്ങനെ എഴുതാം. പിന്നെ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഹെൽത്തി ആയിരിക്കാൻ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ 1, 2, 3 പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതാം. ഇറ്റ്സ് അപ് ടു യു. മാം, ഇപ്പൊ ടീനേജേഴ്സ്, ഓൾഡ്, അങ്ങനെ വർക്കിംഗ് വുമൺ, ഹോം മേക്കേഴ്സ്, അവർക്കൊക്കെ അവരുടെ അടുത്തൊക്കെ ഈ ഹെൽത്തിനെ പറ്റിയിട്ട് എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കൂലോ. അപ്പൊ അവരുടെ ഒപ്പീനിയൻ ആണ് മെയിൻ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്, അതോ നമ്മുടെ ഒപ്പീനിയൻ അങ്ങനെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത്? അവര് പറഞ്ഞ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതി വെക്കാൻ. അതിന്റെ രീതിയിൽ എഴുതി വെക്കാറല്ലേ മിസ്? എഴുതാം. 10 പേരിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മൾ ആ ഒരു ഡെഫിനിഷൻ ആയിട്ട് എഴുതണം അല്ലേ മാം? അതെ, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളത് നല്ല രീതിയിൽ ഒരു ഹെൽത്തിനെ കുറിച്ചൊരു ഡെഫിനിഷനും ഹെൽത്തി ആയിരിക്കാനുള്ള സ്റ്റെപ്സും എഴുതുന്നു. പിന്നെ നമ്മൾ പ്രായമായ ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി വിചാരിച്ചിട്ട് തന്നെ പോണം കേട്ടോ. കാരണം അവരാരെങ്കിലും നോക്കിയിരിക്കുകയായിരിക്കും ഒന്ന് വർത്താനം പറയാനായിട്ട്. അവൻ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ പറയും, ഇതുമായിട്ട് കണക്ട് ചെയ്യാത്ത കാര്യങ്ങൾ വരെ പറയും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒരു കുട്ടി ഷെയർ ചെയ്തിരുന്നു. കാരണം അവർക്ക് സംസാരിക്കാൻ ആരുമില്ല, എല്ലാവരും തിരക്കായിരിക്കും. വീട്ടിലെ അടുത്തുള്ളവരൊക്കെ തിരക്കിട്ട് ഓടുമായിരിക്കും. ഇവർക്ക് നമ്മളെ കിട്ടുമ്പോഴേക്കും അവരിങ്ങനെ കുറേ സംസാരിക്കും. അതൊക്കെ പ്രതീക്ഷിച്ച് വേണം പോവാൻ. അവർക്ക് ടൈം കൊടുക്കുമ്പോൾ ആർക്ക് ടൈം കൊടുത്താലും നല്ല ക്വാളിറ്റി ടൈം തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരാൾക്കൊരു ഒരു സപ്പോർട്ട് കൊടുക്കാൻ കഴിയുന്നത് തന്നെ വളരെ നല്ല കാര്യം. ടൈം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാനേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് രണ്ടുമാണ് പറഞ്ഞത്. ഇനി നമ്മൾ പോർഷൻസ് എവിടെ വരും? മാഡം, ഈ 2 ആക്ടിവിറ്റിയും അടുത്ത വ്യാഴാഴ്ചയാണോ മാഡം സബ്മിറ്റ് ചെയ്യേണ്ടത്? അങ്ങനെ ഞാൻ ഡേറ്റ് ഒന്നും പറയില്ല. ഇറ്റ്സ് ഫോർ യു. ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ അങ്ങ് വിചാരിച്ച് അങ്ങ് ചെയ്താൽ മതി. എനിക്ക് ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്.
ഞാൻ അതുകൊണ്ടല്ല മാഡം ചോദിച്ചത്. അടുത്ത വ്യാഴാഴ്ച എനിക്ക് കേറാൻ പറ്റത്തില്ല, കാരണം എന്റെ അനിയത്തിയുടെ എൻഗേജ്മെന്റ് ആണ്. അന്നേരം അന്ന് ലീവായിരിക്കും. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്താൽ മതിയല്ലോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. നിങ്ങൾ സബ്മിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ചെയ്ത് കഴിയുമ്പോൾ എന്ന് ജസ്റ്റ് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ഉണ്ടായ എക്സ്പീരിയൻസസ്, അത്രയേ ഉള്ളൂ. വൈവ സമയത്ത് ഇതൊക്കെ ഇങ്ങനെ കയ്യിലുണ്ടായാൽ നന്നായിരുന്നു. സൂക്ഷിക്കുക. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ അല്ലെ? ആ 2 പാരഗ്രാഫേ വായിച്ചുള്ളൂ ഫസ്റ്റ് പേജിലെ. ശരിയാണോ? അതെ മിസ്. അതെ മിസ്. എന്ന് ഷെയർ ചെയ്യാട്ടോ. ഏതൊക്കെ ചാപ്റ്റർ കഴിഞ്ഞു? വൺ കഴിഞ്ഞു. 1ഉം 4ഉം കഴിഞ്ഞു. മോക്ക് ടെസ്റ്റ് ഒക്കെ കിട്ടിയോ? 4ഉം കഴിഞ്ഞു. മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ല മാം. ആയിട്ടില്ല. നമുക്കിനി സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് വേണ്ടത്. നമുക്കൊരു 6 ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ട്. ആരാ അത് വായിക്കാൻ റെഡി ആയിട്ടുള്ളത്? പിന്നെ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ റെക്കോർഡ് എല്ലാവരുടെ കയ്യിലും ഉണ്ടോ? വാങ്ങിച്ചോ? ഇല്ല മാം, ഇല്ല. ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് വാങ്ങാനൊന്നും അല്ല ഞാൻ പറയുന്നത്, ചോദിച്ചു എന്നേ ഉള്ളൂ. എല്ലാവരുടെയും കയ്യിലാകുമ്പോ എന്നോടൊന്ന് പറയണേ. റെക്കോർഡിൽ എഴുതേണ്ടതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാനാ. ഓക്കെ മാം. ഇപ്പൊ നമ്മൾ ഹെൽത്തിനെ കുറിച്ചും ഹൈജീനിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു ഏതൊരു ലക്ഷ്യത്തിലേക്ക് എത്താനും നമുക്കൊരു മാർഗം ഉണ്ടായിരിക്കും. അങ്ങനെ ഹെൽത്തിലേക്ക് എത്താനുള്ള നല്ലൊരു മാർഗമാണ് ഈ മാർഗം എന്ന് പറയണത്. അതെപ്പോഴും നല്ല മാർഗമായിരിക്കണം. ഒരാളെ പറ്റിച്ചുകൊണ്ടുള്ളൊരു മാർഗം ആകരുതല്ലേ, സൂത്രപ്പണി ആകരുത്, കുറുക്ക് വഴി ആകരുത് എന്ന് പറയും. ചില ആൾക്കാർ അതിന് ജസ്റ്റിഫൈ ചെയ്യും. മാർഗം എന്ത് തന്നെ ആയിക്കോട്ടെ, മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്നത്. ഞാൻ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മളുടെ മാർഗവും ലക്ഷ്യവും വേറൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്തത് തന്നെ ആയിരിക്കണം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു മാർഗവും ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ളത്. ഇവിടെ നമുക്ക് ഹെൽത്തിലേക്ക് പോകാനുള്ള, ആ ഹെൽത്ത് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗമാണ് ഹൈജീൻ. ഹൈജീൻ ഹെൽത്ത് അച്ചീവ് ചെയ്യാനുള്ള മാർഗമാണ്. ഹെൽത്ത് അച്ചീവ് ചെയ്യാനുള്ള മീൻസ് ആണ്, മെഷേഴ്സ് ആണ്. അതായത് നമ്മൾ നല്ല പോലെ ഹൈജീൻ, എല്ലാ കാര്യങ്ങളും നമ്മുടെ പേഴ്സണൽ ഹൈജീനിലാണെങ്കിലും ഭക്ഷണത്തിന്റെ ഹൈജീനിലാണെങ്കിലും നമ്മുടെ വീട്ടിലെ ഡൊമസ്റ്റിക് ഹൈജീൻ ആണെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ ചുറ്റുപാടുമുള്ള ഹൈജീൻ എല്ലാം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞു. അരിസ്റ്റോട്ടിൽ പറഞ്ഞ കാര്യം പറഞ്ഞു, സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി. അതുമായി കണക്ട് ചെയ്ത് നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ് കളക്ട് ചെയ്യും. പിന്നെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എന്ത് കാര്യത്തെക്കുറിച്ചും അവയർനെസ് കിട്ടുക എന്ന് പറയുന്നത് ഒരു തരം എഡ്യൂക്കേഷൻ തന്നെയാണ്. അങ്ങനെ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് കിട്ടുന്നത് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയാണ്. അതായത് ഹെൽത്തിനെ കുറിച്ചും ഹൈജീനിനെ കുറിച്ചുള്ള നോളജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗുഡ് ഹെൽത്തും ഹൈജീൻ ഹാബിറ്റ്സും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. നമുക്കറിയാം, കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലരെയും കണ്ടുപഠിക്കും അല്ലേ? നമ്മളെ കാണിക്കുന്നത് പോലെ തന്നെ അവർ കാണിക്കാൻ നോക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അവർക്ക് നല്ലൊരു മോഡലായിരിക്കണം. അവർ മോഡലിംഗ് ചെയ്യും, നമ്മളെ തന്നെ അവർ ഫോളോ ചെയ്യും. അപ്പോൾ നമ്മൾ നല്ലത് കാണിച്ചു കൊടുക്കണം. നമ്മള് കൈ കഴുകുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി, നമ്മൾ പ്രോപ്പർ വൃത്തിയുള്ള ഡ്രസ്സ് ധരിച്ചു പോകുന്നു, കുളിക്കുന്നത്, രാവിലെയും വൈകിട്ടും കുളിക്കുന്നത്, ബ്രഷ് ചെയ്യുന്നത്, എല്ലാം ഒരു കണ്ടു വളരുവാണ് അല്ലെ? ആദ്യത്തെ ഒരു 3-3.5 വർഷം എന്ന് പറയുന്നത് അവര് വീട്ടിൽ തന്നെയാണ്. അവർ കാണുന്ന മുഴുവൻ ഫാമിലി മെമ്പേഴ്സിനെയാണ്. അപ്പൊ അവരുടെ പ്രൈം എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് പാർട്ടാണ് ഫാമിലി എന്ന് പറയുന്നത്. അത് കഴിയുമ്പോഴാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത്. പക്ഷെ സ്കൂളിലേക്ക് പോകുമ്പോഴും എന്താണ്, അവർ മോർ ആക്റ്റീവ് ആയിരിക്കുന്ന ടൈം മുഴുവനും സ്കൂളിലായിരിക്കും.
വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നു, കുറച്ചു നേരം കളിക്കുന്നു, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ ചെയ്തിട്ട് കിടന്നുറങ്ങുവാണ്. അപ്പൊ കൂടുതൽ സമയവും അവർ ആക്റ്റീവ് ആയിരിക്കുന്നത് സ്കൂളിലാണ്. സ്കൂളിലെ ഒരു ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് കുട്ടികൾക്ക് നല്ല ഹാബിറ്റ്സ്, നല്ല കാര്യങ്ങൾ പകർന്നു കൊടുക്കുക എന്നുള്ളത്. ഒരു ടീച്ചർ ആ കുട്ടിയുടെ ലൈഫിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു. കുട്ടിയുടെ ഡെവലപ്മെന്റിലും ഗ്രോത്തിലും ടീച്ചറുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതുപോലെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ആളായിരിക്കണം ടീച്ചർ എന്ന് പറയുന്നത്. കുട്ടിയെ മനസ്സിലാക്കുന്നത്, കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരാളായിരിക്കണം ഒരു ടീച്ചർ എന്ന് പറയുന്നത്, അല്ലെ? കുട്ടി ഇത് ഞാന് നിങ്ങള് കോഴ്സ് തീരാറൊക്കെ ആകുമ്പോഴേക്കും ഒരു പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കുട്ടികളെ കൊണ്ട് ഒരു അസൈൻമെന്റ് എത്തിക്കാറുണ്ട്. അസൈൻമെന്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന 3 അറ്റ്ലീസ്റ്റ് 3, അതിൽ കൂടുതൽ രീതിയിലും കുഴപ്പമൊന്നുമില്ല, 3 ടീച്ചേഴ്സിനെ കുറിച്ച് ബ്രീഫ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മക്കളുള്ള എല്ലാ അമ്മമാരും എഴുതുന്നത് മക്കളെ KG പഠിപ്പിച്ച ടീച്ചർമാരെ കുറിച്ചായിരിക്കും. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാരോടും ചോദിക്കുമ്പോ എന്റെ മോളെ അല്ലെങ്കിൽ എന്റെ മോനെ KG പഠിപ്പിച്ചത്, അത്രത്തോളം ആ ഒരു ടീച്ചർ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് പാരന്റ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി അങ്ങനെ മാരീഡ് അല്ല, അങ്ങനെ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ആയിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള സ്കൂളിൽ പോകാത്ത അങ്ങനെയുള്ളവരാണെങ്കിൽ അവരെ KG പഠിപ്പിച്ച ടീച്ചറിനെ പറ്റി എഴുതും, അവരെ പഠിപ്പിച്ച ടീച്ചർ. അല്ലാത്ത എല്ലാവരും മക്കളെ പഠിപ്പിച്ച ടീച്ചർ, ഈവൻ ഞാൻ ഈ അസൈൻമെന്റ് എഴുതിയിട്ട് ഞാനും എന്നെ നഴ്സറി പഠിച്ച ടീച്ചറെ കുറിച്ചും എന്റെ മോനെ LKG പഠിപ്പിച്ച ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, സിസ്റ്ററിനെ കുറിച്ചുമായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. അതാണ് നമ്മുടെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ അത്രയും ഇഷ്ടപ്പെടും, അല്ലെ? ഇനി സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, കുറെ കാര്യങ്ങൾ ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് താഴെ തന്നിട്ടുണ്ട്. അപ്പൊ അതാരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? 6 പോയിന്റ്സ് ഉണ്ട്. Okay, ma'am. Health education include the following subjects: knowledge about food items and their input of the proper growth and development of the human body, assurance of pure and clean water, fresh air, proper rest, physical exercise, recreation, sleep, bad habit like smoking, drinking, and taking drugs and their evil effect on health, build and mental damage caused to the individual as well as the society, causes of various illness and means of their prevention, mental health, domestic hygiene, community hygiene, sex hygiene, etc., the importance of first aid and necessity. നമ്മൾ എഡ്യൂക്കേഷന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് അങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോയി ടീച്ചർമാരെ കുറിച്ച് പറഞ്ഞത്. നമുക്കൊരു കാര്യത്തെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു കാര്യത്തെ പറ്റി ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അനലൈസ് ചെയ്ത് ആ ഇൻഫർമേഷൻ അനലൈസ് ചെയ്ത് നമ്മളൊരു നോളജ് ആക്കി വെക്കുക. അല്ലാതെ അത് കാണാതെ പഠിച്ച് അങ്ങനെ മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റും, നമ്മളതിനെ നല്ല പോലെ അനലൈസ് ചെയ്ത് ആ ഒരു ഇൻഫർമേഷനെ അനലൈസ് ചെയ്ത് നോളജ് ആക്കി വെക്കണം. ഈ നോളജ് നമുക്ക് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം. ചുമ്മാ കുറെ അറിവ് സമ്പാദിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളത് പ്രോപ്പർ ആയിട്ടൊരു ഇൻസിഡന്റ് വരുമ്പോൾ അവിടെ അപ്ലൈ ചെയ്യണം. കുറെ ആളുകൾക്ക് വെറുതെ ഇങ്ങനെ കോഴ്സുകൾ ചെയ്ത സർട്ടിഫിക്കറ്റും മൊമെന്റോയും കിട്ടിയ അപ്രീസിയേഷൻ ആയിട്ട് കിട്ടിയ ട്രോഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട് നിറച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷെ അവരത് എവിടെയും അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. അതല്ല വേണ്ടത്. നമ്മൾ എന്തറിവ് സമ്പാദിക്കുന്നു അത് നമ്മൾ അപ്ലൈ ചെയ്യുകയും വേണം. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അപ്ലൈ ചെയ്യണം. നമ്മൾ എവിടെ എങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊഫഷണലും നമ്മൾ അപ്ലൈ ചെയ്യണം. അതുമല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് പകർന്നു കൊടുക്കണം. അപ്പോൾ മാത്രമാണ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഒരു വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത് അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറെ പഠിച്ചിട്ട് ആരോടൊന്നും പറഞ്ഞു കൊടുക്കില്ല, ആർക്കും അതിനെ കൊണ്ടൊരു ഹെൽപ്പും കൊടുക്കുന്നില്ല, നമ്മളും സ്വയം ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമാകുന്നില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതായിരിക്കും. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. നമുക്ക് ആ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ കിട്ടുന്ന നോളജ് നമ്മൾ നമ്മളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം, നമ്മുടെ ഫാമിലിയിൽ അപ്ലൈ ചെയ്യണം, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്ലൈ ചെയ്യണം. അതായത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അപ്ലൈ ചെയ്യണം, നമ്മുടെ ഫാമിലിയിൽ അപ്ലൈ ചെയ്യണം, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് അതുകൊണ്ട് കാര്യമുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആകുന്നു, നമ്മുടെ ഫാമിലി ഹെൽത്തി ആകുന്നു, നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്തി ആകുന്നു. ഓക്കെ. അപ്പൊ ഈ 3 ഏരിയാസിൽ ഈ
കിട്ടുന്ന അറിവ് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ കൂടെ കിട്ടുന്ന അവയർനെസ് എന്തൊക്കെയാണ്? എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് പറ്റും, അതുപോലെ തന്നെ എത്രത്തോളം കഴിക്കണം, നമ്മുടെ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഒരു ഹ്യൂമൻ ബോഡിയുടെ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. നമുക്കറിയാം കുഞ്ഞു ബേബീസ് അവര് സെമി സോളിഡ് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ, കുറുക്ക് രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം എത്രത്തോളം കൊടുക്കണം എന്നുള്ളത്. കാരണം അതിന്റെ ചെറിയൊരു സ്റ്റൊമക്ക് അത്രയും വലുതായി വരുന്നില്ലല്ലോ, അവര് വലുതായിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. നമുക്കറിയാം കുട്ടിക്ക് എത്ര കൊടുക്കണം എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ അവർ ഓരോരോ ഏജ് ആകുമ്പോൾ അവർക്ക് എന്തെല്ലാമാണ് ഇൻപുട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് 4th യൂണിറ്റ് എന്തായിരുന്നു? ഡിസീസ് ആയിരുന്നു. 4th യൂണിറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ? ഡിസീസ്. 3rd എടുത്തോ? ആരെങ്കിലും 3rd എടുക്കുന്നുണ്ടോ? ന്യൂട്രീഷൻ, ഫുഡ് ന്യൂട്രീഷൻ, അതൊക്കെ ഇല്ല മാം. അതിൽ നമ്മൾ പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, ഫാറ്റ്സ്, അതിനെ കുറിച്ചെല്ലാം നമ്മൾ എടുത്തിട്ടില്ല. ഏതെല്ലാം ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് എത്രത്തോളം നമുക്ക് വേണം, ഇത് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും, ചിലപ്പോൾ ചില അസുഖങ്ങൾ ഉണ്ടാകും. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഒരു കുറവുകൾ വരുമ്പോൾ. ഓക്കെ, അപ്പൊ അത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയാണ് നമ്മൾ പലപ്പോഴും പ്രഗ്നൻസി ടൈമിൽ നമ്മളോട് ഡോക്ടർ പറഞ്ഞു തരില്ലേ, നിങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകൾ പറയും ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, അങ്ങനെ ഇങ്ങനെ പറയും. അതുപോലെ തന്നെ കുട്ടി ഡെലിവറി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. കുട്ടി അല്ലാതെയുള്ള പാലല്ലാതെ, അമ്മയുടെ പാലല്ലാതെ വേറെ എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ അതും നമുക്ക് അതിന് വേണ്ടുന്ന അവയർനെസ് നമുക്ക് കിട്ടും അല്ലെ. ഇനി അതുപോലെ തന്നെ പ്യുവർ ആൻഡ് ക്ലീൻ വാട്ടർ, നല്ല ശുദ്ധമായ വെള്ളം, നല്ല പ്ലെന്റി ഓഫ് വാട്ടർ, ഫ്രഷ് എയർ, പ്രോപ്പർ റെസ്റ്റ്, ഫിസിക്കൽ എക്സസൈസസ്, റിക്രിയേഷൻ, വിനോദങ്ങൾ അല്ലെ, വിനോദം. അങ്ങനെ ആളുകള് ചിലപ്പോ സിനിമ കാണും, ചിലപ്പോ ഡാൻസ് ചെയ്യും, ചിലപ്പോ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ നടത്തും, ഒരു ഗ്യാതറിങ്, ഒരു ഗെറ്റ് ടുഗദർ പോലെ. പിന്നെ ചെറിയ ട്രിപ്പ് പോകും, പുറത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് പോകും ഒരുമിച്ച്, അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യും, യാത്രകൾ പോകും, റിക്രിയേഷൻ, വിനോദം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. സ്ലീപ്പ്, റിക്രിയേഷൻ കഴിഞ്ഞിട്ട് ഒരു കോമന്റ് കേട്ടോ, സ്ലീപ്പ്, ഉറക്കം, അങ്ങനെ ഇങ്ങനെ ഇതിന്റെ എല്ലാം അഷുറൻസ്, ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ ബാഡ് ഹാബിറ്റ്സ്, സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അതുപോലെ ഡ്രഗ്സ് ഒക്കെ എടുക്കുന്നത്, അതിന്റെ എല്ലാം ഈവിൾ എഫക്റ്റ് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. അത് ഹെൽത്തിനെ മാത്രമല്ല, നമുക്കൊരു മെന്റൽ ഡാമേജ് ഉണ്ടാകും. അത് ആ വ്യക്തിയെ മാത്രമല്ല, ആ സൊസൈറ്റിയെയും കൂടെ ബാധിക്കും. സ്മോക്ക് ചെയ്യുന്നു, പാസീവ് സ്മോക്കിംഗ് നടക്കും, ചുറ്റുപാടുള്ള ആൾക്കാര് ചിലപ്പോൾ അതിന്റെ എഫക്റ്റ് കൊണ്ട് ബുദ്ധിമുട്ടും. എന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് കേട്ടോ, ആ കുട്ടിയുടെ നല്ല ഒരു കുട്ടിയായിരുന്നു, നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു, നിറയെ മുടിയൊക്കെ ആയിട്ട് വളരെ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു കുട്ടി, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അതിന്റെ ഫാദർ ചെയിൻ സ്മോക്കർ ആയിരുന്നു, ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്യുമായിരുന്നു. കുട്ടി കല്യാണം കഴിഞ്ഞു, ഒരു മോനുണ്ടായി, മോന് സ്കൂളിംഗ് ഒക്കെ പോയി തുടങ്ങി, 3rd സ്റ്റാൻഡേർഡും മറ്റും ആയിരിക്കണം തോന്നുന്നു. ആ ഒരു സമയമായപ്പോ ഇതിന് ലങ്സ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു. മോസ്റ്റ്ലി അതാ സ്മോക്കിംഗ് ആ ഒരു ഇതില്, ആ എൻവയോൺമെന്റില് ജീവിച്ചു പോയത് കൊണ്ടാണോ എന്തോ അറിയില്ല. പക്ഷെ അതിന്റെ അച്ഛന് ഭയങ്കരമായിട്ട് അതിനുശേഷം ഭയങ്കര ഡിപ്രഷൻ പോലെയായി. കാരണം ഒരു ഗിൽറ്റി ഫീലിംഗ്, എന്റെ സ്മോക്കിംഗ് കൊണ്ടാണോ മകൾക്ക് ഇങ്ങനെ ലങ്സിന് പ്രോബ്ലം വന്നെന്നുള്ളതിന്റെ ഒരു സംശയം അച്ഛന് തോന്നി. അങ്ങനെ അത് വല്ലാതെ അത് സ്ട്രഗിൾ ചെയ്തു. കാരണം നമ്മൾ മറ്റുള്ള ബോഡിയിൽ ക്യാൻസർ വരുന്ന പോലെയല്ല ലങ്സിന് ക്യാൻസർ വരുന്നത്, ഒരു സൂചി പോലും കുത്താൻ പറ്റില്ല, അത്രയും വൈറ്റലാണ് അല്ലെ. അങ്ങനെ ഒരു ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലങ്സിൽ ഒരു ഹോള് വീണ് കഴിഞ്ഞാൽ തന്നെ ശ്വാസം കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. ഇത് ശരിക്കും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുവാണല്ലേ, നമ്മളിങ്ങനെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അത് വികസിക്കുകയും ഇങ്ങനെ ചുരുങ്ങുകയും ചെയ്യല്ലേ. അപ്പൊ ഹോള് വീണ്, ബലൂണാന്ന് വിചാരിക്കും, ഒരു ഹോള് വീണ് കഴിഞ്ഞാൽ ആ പ്രോസസ് പ്രോപ്പറായിട്ട് നടക്കില്ലല്ലോ. അങ്ങനെ ആ കുട്ടി വളരെ സ്ട്രഗിൾ ചെയ്തു. അവസാനൊക്കെ ആയിട്ട് ഇരിക്കാനും നിൽക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥയിലായി പോയി. അത് പോയി, ഡെത്തായി. അങ്ങനെ ഒരു കേസ് ഇങ്ങനെ ഇപ്പോഴും ഞാൻ ഓർക്കും. ഇപ്പൊ ആ ഹസ്ബൻഡും വൈഫും, ഹസ്ബൻഡും മോനും വേറെ മാരേജ് ഒന്നും ആള് ചെയ്തിട്ടില്ല. ഇപ്പം 10th ഒക്കെ കഴിഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും മാത്രമായിട്ട് ഒരു ഫ്ലാറ്റില് താമസിക്കുന്നു.
ശരിക്കും അവരുടെ ലൈഫ് അങ്ങ് ചേഞ്ച് ആയി പോയില്ലേ? ആ ഒരാളുടെ കുറവെന്ന് പറയുന്നത് ഒരു വല്ലാത്ത കുറവ് തന്നെയായി പോയില്ലേ? ഭയങ്കര വിഷമകരമായിട്ടുള്ള, എന്റെ പേര് തന്നെയായിരുന്നു കേട്ടോ ആൾക്കും, ജിഷാൻ തന്നെയായിരുന്നു പേര്. അപ്പൊ ഞാനത് എപ്പോഴും ഓർക്കും. കാരണം ഞാനും കണ്ടിട്ടുണ്ട് ഇതിന്റെ അച്ഛൻ ഫുൾ എപ്പൊ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഫുൾ ടൈം സ്മോക്ക് ചെയ്തിട്ടേ ഞാനും കണ്ടിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അടുത്ത് നിൽക്കാനായിട്ട്. സ്മോക്ക് ചെയ്യുന്നവര് ശരിക്കും അവരുടെ ഹെൽത്ത് മാത്രമല്ല പ്രശ്നമാകുന്നത്, മറ്റുള്ളവരുടെ ഹെൽത്ത്. പിന്നെ ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നവര് അവരുടെ ഹെൽത്ത് മാത്രമല്ല മറ്റുള്ളവർക്ക് മെന്റൽ ഡാമേജ് ഉണ്ടാക്കുകയാണ്. മാനസികമായ വിഷമം, ആ വീട്ടിൽ വല്ലാത്ത സങ്കടാവസ്ഥയായിരിക്കും. പിന്നെ ചിലപ്പോൾ പബ്ലിക് ന്യൂസൻസ് അവരുണ്ടാക്കും, ഡ്രഗ്സ് എടുക്കുന്നവർ. അതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ മാത്രമല്ല സൊസൈറ്റിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ അങ്ങനെയുള്ള അവയർനെസ് ഒക്കെ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ കിട്ടും. പിന്നെ പല അസുഖങ്ങളുടെ കാരണങ്ങൾ, കോസ് ഓഫ് വേരിയസ് ഇൽനസ്, പല അസുഖങ്ങളുടെ കാരണങ്ങൾ, അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. നിങ്ങൾ 4th യൂണിറ്റ് ഡിസീസ് പഠിച്ചപ്പോൾ കുറെ കാര്യങ്ങൾക്ക് അതിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോ കോവിഡ് ഔട്ട്ബ്രേക്ക് വന്ന സമയത്ത് നമുക്ക് കുറെ അവയർനെസ് തന്നിരുന്നു. എങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യണം, എങ്ങനെ സോഷ്യൽ ഡിസ്റ്റൻസ് എങ്ങനെ കീപ്പ് ചെയ്യണം, അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു അല്ലെ. അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങൾ വരുന്ന കാരണങ്ങളും എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളത്. പിന്നെ മെന്റൽ ഹെൽത്ത്, ഡൊമസ്റ്റിക് ഹൈജീൻ, നമ്മളുടെ വീടിനകത്തുള്ള ആ ഒരു ഹൈജീൻ, ഇന്റേണൽ ആയിട്ടുള്ളത്, കമ്മ്യൂണിറ്റി ഹൈജീൻ, സറൗണ്ടിങ്സിലുള്ള ഹൈജീൻ, സെക്സ് ഹൈജീൻ, അത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കുക. അതെല്ലാം ഇതിനകത്ത് വരും ഹെൽത്ത് എഡ്യൂക്കേഷനിൽ. ഫസ്റ്റ് എയ്ഡിന്റെ ഇമ്പോർട്ടൻസ്, ഇതിനെ കുറിച്ച് എല്ലാം അവയർനെസ് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ കിട്ടും. ഓക്കെ, പിന്നെയുള്ള കാര്യം ഇനി നമ്മൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ കിട്ടുന്ന നോളജ്, ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ കിട്ടുന്ന നോളജ് നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം? 3 ഏരിയാസിൽ അപ്ലൈ ചെയ്യാം. അത് സ്കൂൾ ലൈഫില്, പേഴ്സണൽ ലൈഫില്, കമ്മ്യൂണിറ്റി ലൈഫില് ഈ നോളജ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതിനു മുമ്പ് 2-3 പോയിന്റ്സ് ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സ്കോപ്പ് എല്ലാം നമ്മളിങ്ങനെ പറഞ്ഞു, നമുക്ക് കിട്ടുന്ന അവയർനെസ്, നമ്മളത് അപ്ലൈ ചെയ്യണം, എന്തിനെ കുറിച്ചുള്ള അവയർനെസ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ. ശരിക്കും ഹെൽത്ത് എഡ്യൂക്കേഷൻ ആളുകളെ ഹെൽപ്പ് ചെയ്യുകയാണ്. എന്തിനാണ്? ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഇത് ചാറ്റ് ബോക്സിൽ പറ്റുന്നവര്, സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ടൈപ്പ് ചെയ്തിടുവാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് നോട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്ന് എഴുതിയിട്ട്, ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് എഴുതിയിട്ട് താഴെ 1ാമത്തെ പോയിന്റ് ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. 2ാമത്തത് ഹൗ ടു പ്രിവെന്റ് ഇൽനെസ് ആൻഡ് ഇഞ്ചുറീസ്, അതായത് അസുഖങ്ങൾ വരാതെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അതുപോലെ മുറിവുകൾ ഉണ്ടാകാതെ എങ്ങനെ ശ്രദ്ധിക്കാം, എങ്ങനെ പ്രിവെന്റ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ഒന്ന് പറഞ്ഞേ. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, അതിന്റെ താഴെ 1 ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ടൈപ്പ് ചെയ്യാണോ? ഇല്ല മോനെ. അടുത്ത പോയിന്റ് പറഞ്ഞു മാം. ചാറ്റ് ബോക്സിൽ നിന്ന് ആരെങ്കിലും ടൈപ്പ് ചെയ്യാമോ കിട്ടിയവര്? ഇറ്റ് ഹെൽപ്സ്, അലീഷ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഫസ്റ്റ് പോയിന്റ് ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. സെക്കൻഡ് പോയിന്റ് ഹൗ ടു പ്രിവെന്റ് ഇൽനെസ് ആൻഡ് ഇഞ്ചുറീസ്. ഹൗ ടു പ്രിവെന്റ് ഇൽനെസ് ആൻഡ് ഇഞ്ചുറീസ്, എങ്ങനെ അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യാം, അസുഖങ്ങൾ വരാതെ എങ്ങനെ ശ്രദ്ധിക്കാം, അതുപോലെ തന്നെ ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാകാതെ, മുറിവുകളൊന്നും ഉണ്ടാകാതെ എങ്ങനെ ശ്രദ്ധിക്കുക. ഈവൻ നമ്മൾ വീട്ടിലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ടാപ്പൊക്കെ യൂസ് ചെയ്ത്, പിന്നെ വേറെ എന്തൊക്കെയോ മെറ്റൽ കൊണ്ടുള്ള ഒരു പുതിയ സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ വിരലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഷീൽഡ് പോലെ ഇരിക്കും.
അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ മുറിവുണ്ടാകാതെ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസ്, അവർക്ക് മുറിവുണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങില്ല അല്ലെ, അത് ഹീലാവാൻ സമയമെടുക്കും, ബുദ്ധിമുട്ടാകും. അപ്പൊ അവരൊക്കെ പുറത്ത് ഇറങ്ങുമ്പോൾ നല്ല പോലെ നല്ല സെക്യൂർ ആയിട്ടിരിക്കുന്ന ഷൂവോ ചെരുപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അവരിറങ്ങുന്നത്. സോ സെക്കൻഡ് പോയിന്റ് മാം, ഇവിടെ ഈറ്റ് എന്ന് പറയുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലേ? അതെ അതെ അതെ. Health education helps people to understand, first point, how to maintain a healthy lifestyle, how to prevent illness and injuries. Third one, how to manage chronic conditions. How to manage chronic conditions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടാകും. നമുക്ക് അറിയാം, ഡയബറ്റിക് എന്ന് പറയുന്ന അസുഖമല്ല, ശരിക്കും ബോഡിയുടെ ഒരു കണ്ടീഷനാണ്. അത് മാനേജ് ചെയ്യുവാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത്. അതായത് ഇൻസുലിൻ ഹോർമോൺ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാതെ വരിക, ചിലരിൽ ഹോർമോൺ ഇല്ലാതാകുക, അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ആളുകൾ ഡയബറ്റിക് ആവുന്നതെന്ന് പറയുന്നത്. വെച്ചാൽ ഷുഗർ ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ബോഡിയിൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റാതെ വരിക, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ ആളുകള് ഭക്ഷണം അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ഷുഗർ പേഷ്യന്റ് എന്നാണ് പറയുന്നതെങ്കിൽ പോലും ഡയബറ്റിക് എന്ന് പറയുന്നത് കണ്ടീഷനാണ്. അതുപോലെ തൈറോയ്ഡ് ഇറ്റ്സ് എ കണ്ടീഷൻ അല്ലെ, ഹോർമോണിന്റെ ഇംബാലൻസ് മൂലം ഉണ്ടാകുന്ന കണ്ടീഷൻ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പ്രഷർ വേരിയേഷൻ, ആളുകൾ ചിലർക്ക് ലോ പ്രഷർ ആയിരിക്കും, ചിലർക്ക് ഹൈ പ്രഷർ ആയിരിക്കും, അതും ഒരു ക്രോണിക് കണ്ടീഷൻ തന്നെയാണ്. കൊളസ്ട്രോൾ, അൾസർ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് ലൈഫ് ലോങ് അത് മാനേജ് ചെയ്യാനുള്ള മെഡിസിൻസോ അതുപോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈലും എടുക്കേണ്ടതായിട്ട് വരും. ഫസ്റ്റ് വൺ, ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹൗ ടു പ്രിവെന്റ് ഇൽനെസ് ആൻഡ് ഇൻജുറീസ്, ഹൗ ടു മാനേജ് ക്രോണിക് കണ്ടീഷൻസ്. ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് അല്ലെ, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് കൂടാതെ തന്നെ നമ്മൾ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ലാസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, ഫസ്റ്റ് എയ്ഡിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കി തരുന്നു അല്ലെ. എനിക്കൊരു ചാപ്റ്റർ ഉണ്ട് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്, അതില് അത് എടുത്തിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? ഇല്ലല്ലോ, ആ ചാപ്റ്റർ വരും. അപ്പൊ അതില് നമുക്ക് പല കാര്യങ്ങളെ കുറിച്ചുള്ള നോളജും സ്കിൽസും നമുക്ക് കിട്ടും. വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം, ഒരു മുറിവ് വന്നു, അതിന് ബ്ലഡ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക, അയാൾക്ക് എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം, തല കറങ്ങി വീണ ഒരാൾക്ക് നമ്മൾ പെട്ടെന്ന് എന്താണ് ചെയ്യുന്നത്, കുഴഞ്ഞു വീണ ഒരു വ്യക്തിയെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം. അതായത് ഹോസ്പിറ്റലിലേക്ക് ഡെഫിനറ്റ്ലി കൊണ്ടുപോകണം, കണ്ടീഷൻ വേഴ്സ്റ്റ് ആണെങ്കിൽ അതിനു മുമ്പ് നമുക്ക് അവരെ എന്ത് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും, അതാണ് ഫസ്റ്റ് എയ്ഡ് പറയുന്നത് അല്ലെ. പക്ഷെ അത് ചുമ്മാ ആർക്കെങ്കിലും കയറി എന്ന് ചെയ്യാൻ പറ്റില്ല, അതിനെക്കുറിച്ചൊരു നോളജും ഒരു സ്കില്ലും ഉണ്ടായിരിക്കണം. ഒരാളുടെ കൈ മുറിഞ്ഞ് ചോര പോകുന്ന കണ്ടുകൊണ്ട് ബോധം കിടന്ന ഒരാൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ. കാരണം അയാൾ അത്രയും അലേർട്ടായിരിക്കണം, പ്രോംപ്റ്റ് ആയിരിക്കണം, പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്കാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അയാള് തലകറങ്ങി പോയി കഴിഞ്ഞാൽ പറ്റില്ല. അതുപോലെ നമ്മള് മൈൻഡ് അതുപോലെ ആകണം. നമ്മള് ചെറുപ്പത്തിലെ ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റില്ലായിരിക്കും, പക്ഷെ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടായി, നമ്മുടെ വീട്ടില് പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അലേർട്ടായിട്ട് ആക്ഷൻ എടുക്കും അല്ലെ. കുട്ടി ഒന്ന് വീണു, മുട്ടുപൊട്ടി, നമ്മൾ അലേർട്ടായിട്ട് ആക്ഷൻ എടുക്കും, അതങ്ങ് ആവുമോ? അധികം എല്ലാ CBSE ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്റർ വരുന്നുണ്ട്, 3rd 4th ഒക്കെ. അപ്പൊ ഞാൻ ട്യൂഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ചാപ്റ്ററും കൂടി ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എനിക്കറിയാവുന്ന നോളജ് വെച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് അതിലും ഉണ്ടാവില്ല ടെക്സ്റ്റ് ബുക്കിലെല്ലാം. ഏത് ക്ലാസ്സിലെയാ? 3rd 4th ഉണ്ട് CBSE. പിന്നെ സ്കൂളുകളില് ഈ ലോക്കൽ അതോറിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആൾക്കാർ വന്ന് CPR ഒക്കെ എങ്ങനെ ചെയ്യുന്നുള്ള പ്രാക്ടീസ് ഒക്കെ കൊടുക്കില്ലേ? സ്കൂൾ കോളേജ് സ്ഥലങ്ങളിൽ ഓഫീസുകളിൽ കൊടുക്കും. കാരണം വളരെ കോമൺ ആയിട്ടാണ് കാണാറുള്ളതാണ് ആൾക്കാർ ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നത്. പെട്ടെന്ന് CPR കൊടുക്കേണ്ട രീതിയൊക്കെ അങ്ങനെ അവർ കാണിച്ചു, മോക്ക് ഡ്രില്ല് പോലെ കാണിക്കും അല്ലെ, അങ്ങനെ കാണിച്ചു കൊടുക്കാറുണ്ട് പലയിടങ്ങളിലും. ഹോസ്പിറ്റലുകളിൽ സ്റ്റാഫുകൾക്ക് ഇത് കൊടുക്കും ഈ CPR. പെട്ടെന്ന് ഏതെങ്കിലും ഒരു പേഷ്യന്റ്, അഡ്മിറ്റ് ആയ പേഷ്യന്റ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു പേഷ്യന്റ് പെട്ടെന്ന് ഇതുപോലെ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അലേർട്ടായിട്ട് നമുക്ക് നോക്കി നിൽക്കാനുള്ള സമയമില്ല, അതാണ് പറയുന്നത്. പിന്നെ അത് നമ്മള്
ആർട്ടിഫിഷ്യലായിട്ട് ബ്രീത്തിങ് കൊടുക്കുന്നത്, അതൊക്കെ അങ്ങനെയൊക്കെ കാണാറുണ്ട്. പിന്നെ വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ള ആളെ ഇങ്ങനെ വയറ് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് എക്സസ് വെള്ളം അകത്ത് പോയതൊക്കെ ഇങ്ങനെ കളയുന്നതൊക്കെ ആയിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഇതിന്റെയൊക്കെ ഇത് അതോറിറ്റീസ് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ആളുകളുമായിട്ട് കണക്ട് ചെയ്ത് അവയർനെസ് കൊടുക്കുക. അപ്പൊ നമുക്ക് അതിനുള്ള നോളജും സ്കില്ലും ഹെൽത്ത് എഡ്യൂക്കേഷനിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് പറയും. ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, തുടങ്ങുന്നത് ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട്. എന്താ ഹാബിറ്റ്സും ബിഹേവിയറും തമ്മിലുള്ള ഡിഫറൻസ് ഡിസ്കസ് ചെയ്തിരുന്നോ? ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ എന്താ വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് രണ്ടും? ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിന്റെ ഒരു പാർട്ടായിട്ട് വരും. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ശീലിക്കുന്ന ശീലങ്ങൾ അല്ലേ? ഓക്കെ, ഈ ഹാബിറ്റ്സ് ചെറുപ്പം തുടങ്ങി ഗുഡ് ഹാബിറ്റ്സ് ആണെങ്കിൽ ആ വ്യക്തി വലുതാകുന്നവരെയും ആ ഹാബിറ്റ്സ് കൊണ്ടുപോകും അല്ലെ. ചൊട്ടയിലെ ശീലം ചുടല വരെ നമ്മൾ കേട്ടിട്ടില്ലേ? ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നൊക്കെയുള്ള പഴഞ്ചൊല്ലുകളൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ചെറുപ്പത്തിൽ ശീലിക്കുന്നത് അവര് വലുതാകുമ്പോഴുണ്ടാവും. അപ്പൊ നെയിൽ ബൈറ്റിംഗ് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഹാബിറ്റ് അല്ലെ. പക്ഷെ അത് ചില ആളുകൾ എത്ര പ്രായമായാലും അത് മാറില്ല. എനിക്കറിയാവുന്ന ഒരു ആളുണ്ടായിരുന്നു, മരിച്ചുപോയി. മേ ബി ഒരു 8 years ആയപ്പോഴാണ് ആള് മരിച്ചുപോയത്. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു. ആൾക്ക് ഉണ്ടായിരുന്ന ആകെ ഒരു ബാഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് വേറെ സ്മോക്കിങ്ങോ ഡ്രിങ്കിങ് മോശമായ ഭക്ഷണം കഴിക്കലോ അങ്ങനെ അൺഹൈജീൻ ഒന്നുമില്ല. പക്ഷെ ആകെ ഉണ്ടായിരുന്ന ഒരു ഹാബിറ്റ് നെയിൽ ബൈറ്റിംഗ് ആയിരുന്നു. അത് ആള് മരിക്കുന്നവരെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മരിക്കുന്നവരെ ഉണ്ടാവും എന്ന് പറയും. അപ്പം നമ്മള് കുഞ്ഞുങ്ങൾക്ക് നല്ല ഹാബിറ്റ്സ് ആണ് ചെറുപ്പത്തിലേക്ക് കൊടുക്കുന്നതെങ്കിൽ, പകർന്നു കൊടുക്കുന്നതെങ്കിൽ അവര് നല്ല ഹാബിറ്റ്സ് ആയിരിക്കുമല്ലോ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കണം. ഈ ഗുഡ് ഹാബിറ്റ്സ്, ഹെൽത്തി ഹാബിറ്റ്സ് ഫോളോ ചെയ്യാനുള്ളത്. ആ 2 paragraphs ആരെങ്കിലും ഒന്ന് വായിക്കാമോ? Importance of health education. ഒരു മിനിറ്റ്, ബിഹേവിയർ എന്താന്ന് പറഞ്ഞില്ല. നമ്മളുടെ പെരുമാറ്റം അല്ലെ ബിഹേവിയർ എന്ന് പറയുന്നത്. നമ്മള് എല്ലാ ഇടങ്ങളിലും ഒരേ രീതിയിലാണ് പെരുമാറുന്നത്? അല്ല. നമ്മുടെ നമ്മുടെ ഒരു ഏജിലുള്ളവരെ പറയുന്നത് എന്തോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറും. സിറ്റുവേഷൻ അനുസരിച്ച് മാറും. നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമുക്ക് പരിചയമില്ലാത്തൊരു സർക്കിളിലാണെങ്കിൽ നമ്മളൊന്നും അത്ര ഹാപ്പി ആയിരിക്കാം, പക്ഷെ നമ്മൾ അധികം സംസാരിക്കാൻ അങ്ങോട്ട് മുന്നോട്ട് പറ്റില്ല. പിന്നെ ഒരു വെഡിങ് ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അവിടെ അതിനനുസരിച്ചുള്ള ബിഹേവിയർ ആയിരിക്കും. ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ നമുക്കറിയാം അവിടെ എങ്ങനെയാ പെരുമാറേണ്ടിയിട്ടുള്ളത്. കുട്ടികളുടെ സ്കൂളിൽ ആസ് എ പാരന്റ് പോകുമ്പോൾ അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് നമുക്കറിയാം. നമ്മുടെ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട് സർക്കിൾ, നമ്മളുടെ ഏജ് ഗ്രൂപ്പ്, അങ്ങനെ ഓരോരോ ഗ്രൂപ്പില് നമുക്ക് ഓരോരോ ബിഹേവിയർ ഉണ്ട്. ഹാബിറ്റ്സും ബിഹേവിയറും ആ ഒരു കുട്ടിക്കാലത്തെ അവരിൽ ഫോം ചെയ്യുന്നത്. അപ്പൊ കുട്ടികൾക്ക് അവർ മെച്യൂർ ആയി വരുമ്പോഴേക്കും അവർക്കും ആ ഒരു സെൻസ് കിട്ടും. ഞാൻ എവിടെ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ നസ്രിൻ, പ്ലീസ് വായിച്ചു. Importance of health education. Habits and behavior familiar in childhood remains constant even in adulthood. It is education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school. It expected school students, whatever they learn about health in the school, do uniform or discuss with their parents and their family members. Hence, healthy knowledge generates through school and parents also like education. Health cannot be achieved simply by taking 1 or 2 pills every day, not by observing, applying this knowledge in everyday life. The care of the body regarding food, cleanliness, exercise, protection against disease are essential for the avoidance of sound
habits and the avoidance of sound injury. ഓക്കെ, അവിടെ നിങ്ങൾ അവോയ്ഡൻസ് ഓഫ് സൗണ്ടിന് പകരം ആർ എസെൻഷ്യൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർ എസെൻഷ്യൽ ഫോർ ഗുഡ് ഹെൽത്ത് എന്നൊക്കെ എന്താ പറയാ, exercise, protection against disease, etc. are essential for good health. somehow അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നതായിരുന്നു, അതെന്തോ ഒരു മിസ്റ്റേക്ക്. ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതാണ് നമ്മൾ പറഞ്ഞ ഹാബിറ്റ്സ്, ബിഹേവിയർ ചൈൽഡ്ഹുഡിലുള്ളത് അതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അവർ അഡൾട്ട്ഹുഡ് എത്തുന്നവരെയും നിലനിൽക്കും. അത് എഡ്യൂക്കേഷൻ ആണ്, എങ്ങനെയുള്ള ഹാബിറ്റ്സ്, എങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ്സ്, അങ്ങനെയുള്ള കാര്യം കുട്ടിയിലേക്ക് കൊടുക്കുന്ന ഒന്ന്. നമ്മള് ഇത് വീട്ടിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും എന്നുള്ളത് നടക്കില്ല. കാരണം 3-4 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടി സ്കൂളിലേക്ക് പോകും അല്ലെ. നമ്മളിപ്പോ വീട്ടില് വലിയൊരു ക്ലാസ് കൊടുക്കാനായിട്ട് നമുക്ക് പിടിച്ചിരുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെ പറ്റുന്ന അവയർനെസ് കൊടുക്കാൻ പറ്റുന്ന ഒരാൾ വീട്ടിലില്ല. അപ്പൊ സ്കൂളിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ്, ഇങ്ങനെയുള്ള അവയർനെസ് എല്ലാം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. കുട്ടികളുടെ സിലബസിലെ കണ്ടന്റ്സ് ഇപ്പം സഫി അല്ലെ പറഞ്ഞത്, അങ്ങനെ 3ാം ക്ലാസ്സിലെ 4ാം ക്ലാസ്സിലെ കുട്ടികളിലെ ഫസ്റ്റ് എയ്ഡിന്റെ സെഷൻസ് ഉണ്ട്. അപ്പൊ ഇവരുടെ സിലബസിന്റെ കണ്ടന്റ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. EVS അവര് ഹെൽത്തി ഹാബിറ്റ്സ് പഠിക്കുന്നുണ്ട് അല്ലെ, എയർലി ടു ബേർഡ് അവര് ആക്ഷൻ സോങ്സ് ചെയ്യുന്നുണ്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതെല്ലാം ത്രൂ, അപ്പൊ ആ ചെറുപ്പത്തിൽ അവരത് ഇൻട്രസ്റ്റോടുകൂടി ആയിരിക്കും അവരിലേക്ക് ടീച്ചർമാർ ആ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവരത് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സ് കഴുകിയിട്ടാണ് മക്കളെ പറഞ്ഞേക്കാറുള്ളത്. അവരതിപ്പോ ശീലാക്കിയിട്ടുണ്ട്. LKG തൊട്ട് ലഞ്ച് ബോക്സ് കഴുകാൻ പറഞ്ഞേക്കും. അപ്പൊ അങ്ങനെ സ്കൂൾ എടുക്കുന്ന ആ ഒരു സ്റ്റെപ്സ് എടുക്കുന്നത് ഓരോ കുട്ടിയിലേക്കും ചെയ്യും. ഈ ഓരോ കുട്ടിയും ഓരോ ഫാമിലിയിലെ ഒരു യൂണിറ്റ് ആണല്ലേ. അപ്പൊ ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് സ്കൂൾ എടുക്കുന്ന സ്റ്റെപ്സിന്റെ ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. ആ ഒരു ഡയറക്റ്റ് എഫക്റ്റ് കമ്മ്യൂണിറ്റികളിലേക്കാണ് കിട്ടുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റിയിൽ നല്ലൊരു കാര്യം നടക്കുമ്പോൾ അത് സ്കൂളിലേക്കും അതിന്റെ എഫക്റ്റ് വരും. ഒരു സ്കൂള് നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് എടുക്കും. അപ്പൊ നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പാക്ട് സ്കൂളുകളിലേക്കും കിട്ടും. നമുക്കറിയാം, കുട്ടികൾ സ്കൂളിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വീട്ടിൽ വന്ന് ഷെയർ ചെയ്യും. പാരന്റ്സിനോടും മറ്റു ഫാമിലി മെമ്പേഴ്സിനോടും ഷെയർ ചെയ്യും. അപ്പൊ കുട്ടി പറയുമ്പോൾ പാരന്റ്സ് ചിന്തിക്കും, ശരിയാണല്ലോ ഈ പറയുന്നത്, ആ ഒരു രീതിയിൽ. അപ്പൊ ആ ഒരു ഹെൽത്ത് നോളജ് സ്കൂളിലേക്കും അതുപോലെ സ്കൂളിൽ നിന്നും പാരന്റ്സിലേക്ക് കിട്ടുന്നു. അങ്ങനെ പാരന്റ്സും അവെയർ ആകുകയാണ്, പാരന്റ്സും എഡ്യൂക്കേറ്റഡ് ആകുകയാണ്. ഇപ്പൊ നമ്മൾ ചുമ്മാ ഏതെങ്കിലും ഒരു സപ്ലിമെന്റ് അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അസുഖത്തിൽ നിന്നും മാറി അസുഖം വരില്ല, അങ്ങനെയൊന്നുമില്ല അല്ലെ. നമ്മൾ അതിന് വേണ്ടുന്ന പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കണം. നമുക്ക് കിട്ടിയ നോളജ്, ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ കിട്ടിയ നോളജ് നമ്മൾ നല്ലപോലെ നമ്മുടെ എവറി ഡേ ലൈഫിൽ അപ്ലൈ ചെയ്യണം. നമ്മുടെ ബോഡിയെ കെയർ ചെയ്യണം. നമ്മുടെ ബോഡിക്ക് ഏത് ഫുഡ്, ഇപ്പൊ ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥതയാണെങ്കിൽ അത് ഒഴിവാക്കുക. ആ ഫുഡ് ചിലപ്പോൾ ചിലർക്ക് ചില പുളി കൂടിയത് ചിലർക്ക് പറ്റില്ലായിരിക്കും, എരിവ് കൂടി സ്പൈസി ആയത് ചിലർക്ക് പറ്റില്ലായിരിക്കും. നമ്മൾക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണമാണോ പറ്റുന്നത് അത് നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ ക്ലീൻലിനെസ്, വൃത്തി, ശുചിത്വം, എക്സസൈസ്, നമ്മുടെ ഏജിനും ഹെൽത്തിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അസുഖങ്ങൾക്കെതിരെ നമ്മൾ പ്രൊട്ടക്ഷൻ എടുക്കുക. നമ്മൾ അസുഖങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പക്ഷെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പം തന്നെ വേണ്ടുന്ന ട്രീറ്റ്മെന്റ്, മെഡിക്കേഷൻ എടുക്കാനും മറക്കരുത്. ഇതെല്ലാം ഒരു എക്സെട്ര ആർ എസെൻഷ്യൽ ഫോർ ഗുഡ് ഹെൽത്ത്. നല്ല ഹെൽത്തിന് ഇതെല്ലാം അത്യാവശ്യമാണ്. നമുക്കൊരു 3 പോയിന്റ്സ് ഉണ്ട്, അതാരെങ്കിലും ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ചെയ്യട്ടെ. ഫ്രീ ആണോ വായിക്കാൻ പോന്നെ? വായിക്കട്ടെ മിസ്സേ. Teaching principles of health and hygiene is important as school days make the foundation of habits.
The school authorities should guarantee that the school building gets fresh air and sunlight. Proper water supply should also be available for drinking as well as cleaning purposes. Appropriate exercise should be included in the school curriculum in between study hours, which will be helpful to make the students more powerful. The school should be able to provide the children with a pleasant atmosphere for their growth and development. ഓക്കെ പ്രിയ, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ? ഓക്കെ ആണ്, കംഫർട്ടബിൾ ആണെങ്കിൽ മതിയാ, ചോദിച്ചതേ ഉള്ളൂ. എന്താ ഉദ്ദേശിക്കുന്നത്? പറ്റില്ല. Teaching principles of health and hygiene. നമ്മളുടെ ഹെൽത്തും ഹൈജീനും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കൂൾ ഡേയ്സിൽ. അതും ഒരു ഭാഗമാണ് നമ്മുടെ ഹാബിറ്റ്സിൽ പുരോഗതി ഉണ്ടാക്കുന്നതിൽ നമ്മുടെ സ്കൂൾ ഡേയ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. The school authorities should guarantee that the school building gets fresh air and sunlight. സ്കൂൾ അതോറിറ്റീസ് നമ്മൾക്ക് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഫ്രഷ് എയർ, ശുദ്ധമായ വായുവും സൺലൈറ്റും സ്കൂൾ ബിൽഡിങ്സിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. പ്രോപ്പർ വാട്ടർ സപ്ലൈ ഷുഡ് ഓൾസോ ബി അവൈലബിൾ ഫോർ ഡ്രിങ്കിങ് ആസ് വെൽ ആസ് ക്ലീനിങ് പർപ്പസസ്. വാട്ടർ സപ്ലൈ, എനിക്ക് തോന്നുന്നു സ്കൂളുകളിലെ ശുദ്ധജലം ഇപ്പോൾ കൂടുതലായിട്ടും സ്കൂളുകളിൽ ഇപ്പോൾ ഉണ്ട് കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. ആസ് വെൽ ആസ് ക്ലീനിങ് പർപ്പസസ്, മറ്റേ ക്ലീനിങ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷവും കൈ കഴുകാനും അതുപോലെ തന്നെ ടോയ്ലറ്റിൽ നല്ല ക്ലീൻ വാട്ടറും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. പ്ലീസ്. നെക്സ്റ്റ്, appropriate exercise should be included in the school curriculum in between study hours, which will be helpful to make student more powerful. എനിക്ക് തോന്നുന്നു ഈ സ്കേറ്റിംഗ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണോ? സ്കേറ്റിംഗ്, യോഗ, പിന്നെ മ്യൂസിക്, അങ്ങനത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇപ്പോൾ സ്കൂളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്, മ്യൂസിക്, പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ക്ലാസ്സസ്, അങ്ങനെയുള്ള കരിക്കുലർ ആക്ടിവിറ്റീസ് സ്കൂൾസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിച്ച് വിൽ ബി ഹെൽപ്ഫുൾ ടു മേക്ക് സ്റ്റുഡൻസ് മോർ പവർഫുൾ. ഇതെല്ലാം കുട്ടികളെ കുറച്ചുകൂടി പവർഫുൾ ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. The school should be able to provide the children with a pleasant atmosphere for their growth and development. സ്കൂളുകള് കുട്ടികൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും പിന്നെ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും നല്ലൊരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞു സ്കൂളിൽ നിന്ന് കിട്ടുന്ന അവയർനെസ് ആണ് അവർക്ക്, സ്കൂളിലാണ് അവർ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത്. സ്കൂളിൽ നിന്നാണ് ശരിക്കും ഓരോ ഹാബിറ്റ്സിന്റെയും കാര്യങ്ങളുടെ എല്ലാം ഫൗണ്ടേഷൻ വരുന്നത് അല്ലെ. സ്കൂൾ ഡേയ്സ് അവരുടെ ഹാബിറ്റ്സിന്റെ ഫൗണ്ടേഷൻ ഉണ്ട്. അത് ഹെൽത്തിനെയും ഹൈജീനെ കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. പിന്നെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ചില റെസ്പോൺസിബിലിറ്റീസും കമ്മിറ്റ്മെന്റ്സും ഉണ്ട്. അവർ ഗ്യാരണ്ടി ചെയ്യണം ബിൽഡിങ്സ് നല്ല ഫ്രഷ് എയറും സൺലൈറ്റും, നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം നല്ലൊരു അണുനാശിനി തന്നെയാണ് അല്ലെ. രാവിലെ എണീറ്റ് ജനലും വാതിലും ഒക്കെ തുറന്നിട്ട് നല്ല പോലെ സൺലൈറ്റ് അകത്ത് കയറാനായിട്ട് കുറെ ജേംസിനെയൊക്കെ കൊന്ന് നശിപ്പിക്കും. നല്ല രീതിയിൽ ഫ്രഷ് എയറും സൺലൈറ്റും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കുടിക്കുന്നതിന് ക്ലീനിങ് പർപ്പസിനും നല്ല വെള്ളം സ്കൂളിൽ അവൈലബിൾ ആയിരിക്കണം. പിന്നെ സ്കൂൾ സ്റ്റഡി അവേഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ ഇൻക്ലൂഡ് ചെയ്യണം. PT പീരീഡ് ഉണ്ടല്ലേ, കുട്ടികൾ എത്ര പ്രായമായാലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് PT പീരീഡ് ഉണ്ടാവും. അവരുടെ കൂടുതൽ പവർഫുൾ ആക്കാൻ, അല്ലെങ്കിൽ എപ്പോഴും ഈ ചെയറിൽ ബെഞ്ചിൽ തന്നെ ഇരുന്നിരുന്ന് അവരൊരുമാതിരിയാവും. എന്തോ എന്താ അൽഫ പറഞ്ഞേ? ഒരു നല്ലൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം അവരുടെ ഗ്രോത്ത്, അവരുടെ വളർച്ചയ്ക്ക്, മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് പറ്റിയ നല്ലൊരു പ്ലസന്റ്. കുട്ടികൾക്ക് വരാൻ തോന്നണം, പേടി തോന്നില്ല അല്ലെ സ്കൂളിൽ നിന്ന് പേടിച്ച് വരാതെ അങ്ങനത്തെ കാലമൊക്കെ കഴിയണം.
അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. കുട്ടികൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു സ്കൂളിൽ പോകാൻ മിക്ക കുട്ടികൾ. നെക്സ്റ്റ് നമുക്ക് കാണാം എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6 പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. എയിംസ് ആൻഡ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് 6 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ 6 പോയിന്റ്സ് ഞാനിപ്പോ എടുക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഇത് വായിച്ചിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഇൻസിഡൻസോ മാം എനിക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തോണ്ട് എനിക്ക് എന്താ സംഭവം അറിയില്ല. ആണോ? ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല? ഇല്ല, ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല മിസ്. കാരണം കിട്ടിയിട്ടില്ല. ഞാൻ അന്വേഷിച്ചപ്പോ ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്, അതുകൊണ്ട് കുറച്ച് ഡിലേ ആവുന്നാണ് അറിഞ്ഞത്. ആർക്കും ഇപ്പൊ ക്ലാസ്സിൽ കയറി എത്ര പേർക്കുണ്ട് ടെക്സ്റ്റ് ബുക്ക്? കുറെ തംസപ്പ് വരുന്നു. ഓക്കെ ഫൈൻ, തംസപ്പ് തന്ന എല്ലാരും ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ളവര് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കുഴപ്പമില്ല, അതിനൊന്ന് അന്വേഷിക്കട്ടെ കേട്ടോ ഓഫീസില്. നമുക്ക് ഇതിനകത്ത് 6 പോയിന്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് അല്ലാത്തവർക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ്. ക്ലാസ് എടുക്കും, ഞാൻ ഇപ്പൊ എടുക്കില്ല എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് തമ്മിലൊന്ന് നിങ്ങളുടെ ഗ്രൂപ്പിലൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഈ 6 പോയിന്റില് ഏത് പോയിന്റ് ആണ് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് വരില്ലേ, അപ്പൊ ക്ലാസ്സില് നിങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നതെന്നുള്ളത് പറ്റിയിട്ട് എല്ലാ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് അതൊക്കെ ചേർത്തിട്ട് നിങ്ങൾ ഇതൊന്ന് പ്രസന്റ് ചെയ്യാം. ഓരോരുത്തരും ഓരോ പോയിന്റ്. ഈ പറഞ്ഞ 6 പോയിന്റിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. നിങ്ങൾ എന്തൊക്കെയാണോ കളക്ട് ചെയ്ത് വെച്ചത് അത് ആഡ് ചെയ്ത് അതുമായിട്ട് ചേർത്ത് പറയാം. അപ്പൊ ഫസ്റ്റ് പോയിന്റ്, മിസ്സേ എന്നെ ക്ലാസ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറയണേ. ഞാൻ 2 ദിവസം മാത്രമേ ഓൺലൈൻ ക്ലാസ് കയറത്തുള്ളൂ. ക്ലാസ് ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പ് എനിക്ക് മനസ്സിലായില്ല. ഒഫീഷ്യൽ ഈ ഗ്രൂപ്പ് അല്ല, അല്ലാതൊരു ഗ്രൂപ്പില്ലേ? എനിക്ക് അതിനെപ്പറ്റി അറിയില്ലല്ലോ ലക്ഷ്മി. എനിക്ക് ആകെ അറിയാവുന്ന രീതികൾ ഇതാണ്. ഒരു ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ക്ലാസ് റൂം, ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, നിങ്ങളുടെ റെക്കോർഡ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും ഒക്കെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികള് പേഴ്സണലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. പേഴ്സണൽ ഗ്രൂപ്പിൽ ഞാനില്ല. ജസ്റ്റ് ഒരു കാര്യം ചെയ്യൂ, ചാറ്റ് ബോക്സിൽ നമ്പർ ഇടൂ, ആ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ആഡ് ചെയ്യട്ടോ. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പേഴ്സണൽ ഗ്രൂപ്പിൽ ഇല്ല ടീച്ചറെ. പ്ലീസ് ആഡ് ദ നമ്പർ, ആ ചാറ്റ് ബോക്സിൽ ഇടൂ. ഇപ്പൊ തന്നെ ഇടൂ. ക്ലാസ് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ കിട്ടില്ല. ഒന്ന് ശ്രദ്ധിച്ചോളൂ ആരെങ്കിലും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് കാര്യം മനസ്സിലായല്ലോ. നമുക്ക് 6 പോയിന്റ് ഉണ്ട്, തമ്മിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ചിലപ്പോ ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ ഒരു 20 പേർക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. എനിക്കറിയില്ല എത്ര പേർക്ക് ഉണ്ടെന്നുള്ളത്. 20 പേരിൽ 20 പേരും പ്രസന്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ചിലർക്ക് വീഡിയോ ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ ഓഡിയോ ഓൺ ചെയ്യാനോ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണെങ്കിൽ പറ്റില്ലല്ലോ. അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ളവർ മാത്രം മുന്നോട്ട് വന്ന് ഏത് പോയിന്റ് ആരാ എടുക്കുന്നത് തമ്മിലൊരു ധാരണ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഹെൽത്തിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റുമോ അതൊക്കെ പറയുക. എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയുക. സെക്കൻഡ് പോയിന്റ്, നല്ല ഗുഡ് ഫുഡ് ഹെൽത്ത്, നല്ല ഭക്ഷണ രീതി മെയിൻറ്റെയിൻ ചെയ്യുക. ബ്രെയിമാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ വാല്യൂസ് ഒന്നാണ്. നല്ല ഗുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് ഹീൽസ് എന്നാണ് കാണിച്ചേക്കുന്നത്, അത് ഹെൽപ്സ് ആക്കുക. HELPS ആണ്, ഹെൽപ്സ് ആണ്. നെക്സ്റ്റ് വൺ, ടു മേക്ക് പ്രിക്കോഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷർ, അതായത് അസുഖം വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ്, പ്രിവെന്റീവ് മെത്തേഡ് എല്ലാം എടുക്കുക. ഫോർത്ത് വൺ, ടു ടേക്ക് ക്യൂറേറ്റീവ് മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖം വന്നുപോയി കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യണമല്ലോ. അതിന് വേണ്ടുന്ന റെമഡി, വേണ്ടുന്ന കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. ഈ ഫിഫ്ത്ത് വൺ, ടു ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്, ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല മനസ്സിന്റെയും നമ്മുടെ മാനസികവും വൈകാരികവുമായ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി എമംഗ് പീപ്പിൾ, കുട്ടികളുടെ ഇടയിൽ ഒരു
സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നിങ്ങളൊരു സോഷ്യൽ ബീയിങ് ആണ്, ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നതാണ്. വേറെയും പല ആളുകൾ സൊസൈറ്റിയിലുണ്ട്, അതിൽ നമ്മൾ സപ്പോർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. യു പീപ്പിൾ ആർ ബ്ലെസ്ഡ് അല്ലെ. കുട്ടികൾ പലപ്പോഴും ബ്ലെസ്ഡ് ആയിരിക്കും, അവർക്ക് സമയത്ത് ഭക്ഷണവും വസ്ത്രവും എല്ലാം കിട്ടുന്നുണ്ടാവും. ഇതില്ലാത്ത ആളുകളുണ്ട്, അപ്പൊ അവരോടെല്ലാം എങ്ങനെ പെരുമാറണം, ആ ഒരു എമ്പതി കാണിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവര് കാണിക്കുന്ന രീതിയിൽ, സിവിക് റെസ്പോൺസിബിലിറ്റി കാണിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ അവരെ ഭാഗമാക്കുക. പലപ്പോഴും കെയർ ഹോംസ് ഒക്കെ വിസിറ്റ് ചെയ്ത് ഭക്ഷണം കൊടുക്കുന്നു, അവരെ കുറെ ആക്ടിവിറ്റീസ് സ്കൂളുകൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണു. ഈ 6 എണ്ണം വെച്ചിട്ട് 6 പേരോ 10 പേരോ 12 പേരോ 20 പേർക്കോ പ്രസന്റ് ചെയ്യാം. എത്ര പേരായാലും കുഴപ്പമില്ല. താല്പര്യമുള്ള എല്ലാവരും നമ്മുടെ ഓൺ വേർഡ്സിൽ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? നോ പ്രോബ്ലം. അതാണ് പറയേണ്ടത്. ടെക്സ്റ്റ് ബുക്കിലെ വരികൾ അങ്ങനെയല്ല, നമ്മൾ കണക്ട് ചെയ്യാം. നമുക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കുട്ടികൾ കാണിക്കണം, കുട്ടികൾ അതിനെ ബോധവാന്മാരാക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം അല്ലേ? ഞാനിപ്പം വളരെ എന്താ പറയാ, പ്ലസ് 1 പ്ലസ് 2 സ്റ്റുഡൻസിന്റെ ഇടയിൽ ഇന്റർവെൻഷൻ നടത്തിയിരുന്നു. ഈ പിള്ളേർക്കാണെങ്കിൽ പാരന്റ്സിനെ റെസ്പെക്ട് ഇല്ല, ടീച്ചേഴ്സിനെ റെസ്പെക്ട് ഇല്ല, അത് ഇതെന്നൊക്കെ ഭയങ്കര ഒരു രീതിയിൽ ഇങ്ങനെ അഗ്രസീവ് ആയിട്ട് നടക്കുക. ചുമ്മാ ഇവരെയും കൊണ്ട് എങ്ങോട്ട് പോയെന്നറിയോ, സ്പെഷ്യൽ സ്കൂൾ വിസിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും അവർക്കുണ്ടായ ട്രാൻസ്ഫോർമേഷൻ. സ്പെഷ്യൽ സ്കൂൾ ഒരു വലിയ ടീച്ചറായിരുന്നു, പോകാൻ എനിക്ക് സങ്കടം സഹിക്കും. മാം, എന്റെ മോൻ സ്പെഷ്യൽ സ്കൂളിലാണ് പോകുന്നത്, എന്റെ മോൻ മൂത്ത മോൻ. സോ അവിടെ എന്ന് വെച്ചാൽ അപ്പോ അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയർ. അവന് അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഓഫ് സാറിന് ഭയങ്കര ഇഷ്ടമാണ്, പഠിപ്പിക്കുന്ന സാറിന്. അതുകൊണ്ട് മാത്രം അവന് അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതല്ലാതെ വേറെ എവിടെയും അവന് പോകാൻ ഇഷ്ടമല്ല. സോ ആ ഒരു മൈൻഡ് സെറ്റ് ബോണ്ടിങ് ഉണ്ടാവും അവർ തമ്മിൽ. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് സാറിന് ഉള്ളത് കൊണ്ടാണ് അവന് അത് അവിടെ പോകാൻ കഴിയുന്നത്. ആ ടീച്ചറിന്റെ ഒരു എഫേർട്ടാണ് അത്. അവര് നോക്കാൻ അത്രയും പേഷ്യൻസും വേണമല്ലോ. ഈ പിള്ളേരുടെ നമുക്ക് പോവാൻ, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വയ്യോ, ഞങ്ങൾക്ക് ഇത് കാണാൻ. ഞാൻ പറയും, നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും അത് ചിന്തിക്കാൻ പറയും. അങ്ങനെ പിന്നെ അവരുടെ കൂടെ ഇരുന്ന് പേപ്പർ ബാഗ് ഉണ്ടാക്കുക. ക്രിസ്മസിന്റെ ടൈമായിരുന്നു, ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിടുന്ന സാധനങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാക്കി. പിന്നെ അവരുമായിട്ട് ഫുട്ബോൾ കളിച്ചു, അവരുമായിട്ട് ഡാൻസ് കളിച്ചു. ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നെ. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോ ഈ കുട്ടികൾ ആ സ്കൂളിലേക്ക് പോകും, അവരുമായിട്ട് ഫുട്ബോൾ കളിക്കും, ഡാൻസ് കളിക്കും, എല്ലാം ചെയ്യും. അവരുടെ കൂടെ ഇരുന്ന് ഇതുപോലുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കി, കാരണം അത് അവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഉണ്ടാക്കി കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഓണേതായിട്ട് തന്നെയാണ് ശിക്ഷ പറഞ്ഞതുപോലെ തന്നെ ഓണായിട്ട് പറയണതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ടെക്സ്റ്റിലെ അതേ വരികൾ പറയുന്നതിനോട് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ വെരി ഗുഡ്. പ്രസന്റേഷൻ ഉള്ളത് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ലാംഗ്വേജിൽ പ്രസന്റ് ചെയ്യാം. ഇംഗ്ലീഷ് പറയണം അങ്ങനെ ചിന്തിക്കണം, അല്ലെങ്കിൽ എന്റെ മലയാളം ശരിയാവുമോ അങ്ങനെയും ചിന്തിക്കട്ടെ. നിങ്ങൾക്ക് എങ്ങനെ കൊളക്റ്റീവായിട്ട് സംസാരിക്കരുതേ ഉള്ളൂ. നമ്മളൊരു പ്രസന്റേഷൻ ചെയ്യുവാണല്ലോ, അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് രീതിയിലൊക്കെ. ഓഡിയോ നല്ല കുഴപ്പമില്ലാത്തതാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, വീഡിയോ ഓൺ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ദാറ്റ്സ് യുവർ പേഴ്സണൽ ചോയ്സ്. നീ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചെയ്യാം. എന്തിനാ ഹാൻഡ് റൈസ് ചെയ്തത്? എന്താ വേണ്ടേ? എന്തെങ്കിലുണ്ടോ? ശാലിനി, സ്വപ്ന, ഹാൻഡ് റൈസ് കണ്ടോ? അതുകൊണ്ട് ചോദിച്ചാണേ. എന്തെങ്കിലും പറയാനുണ്ടോ? മാഡം, ഞാൻ എന്റെ നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി പറയാനായിരുന്നു. ഞാൻ അതിന്റെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് നോക്കിക്കൊള്ളൂട്ടോ. ആഡ് ചെയ്യേണ്ട ടെക്സ്റ്റിന്റെ കാര്യം അന്വേഷിക്കാം, തീർച്ചയായിട്ടും അന്വേഷിക്കാം. പിന്നെ റിപ്പീറ്റഡ് കുഴപ്പമൊന്നുണ്ടോ? റിപ്പീറ്റഡ് എന്ന് ഉദ്ദേശിച്ച നിഷത്ത ഉദ്ദേശിച്ച ഒരാൾ പറഞ്ഞത് വേറൊരാൾ പറയുക അങ്ങനെയാണോ? ഒരാൾ എടുത്ത പോയിന്റ് വേറൊരാള് നോ പ്രോബ്ലം നിഷ, സെയിം തന്നെ. അപ്പൊ ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അതിന് എന്തൊക്കെ പോയിന്റ്സ് പറഞ്ഞു എന്ന്. അതിലില്ലാത്തത് ഒന്ന് ആഡ് ഓൺ ചെയ്താൽ മതി. പറഞ്ഞത് തന്നെ നമുക്ക് വീണ്ടും പറഞ്ഞോണ്ടിരിക്കണ്ടല്ലോ. സമയം ഓൾസോ വാല്യൂ ഉള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ചില പേഴ്സണൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾ ഉണ്ടാകും അല്ലെ, നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം. അങ്ങനെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യം പറയുന്നില്ല പറയണേ. വേറൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണെങ്കിൽ പറയുക, ഷെയർ ചെയ്യുന്നുണ്ട്. നല്ലതാണ്, ഒരു അവയർനെസ് ആണെന്ന് തോന്നുവാണെങ്കിൽ പറഞ്ഞോളൂ. യെസ്, ഓക്കെ അല്ലേ? നമുക്ക് വേണ്ടി ചെയ്യാം. താങ്ക് യു മാം. താങ്ക് യു മാം.
Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, miss. Thank you, ma'am. Thank you, ma'am. Thank you, miss.